ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു സേമിയ പായസമാണ്. വളരെ രുചിയേറിയതും വളരെ എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. 150 ഗ്രാം സേമിയാണ് എടുത്തിട്ടുള്ളത്, അതായത് 1 കപ്പ് സേമിയ. ആദ്യം നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് ഈ സേമിയ ഇട്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ വറക്കാത്ത സേമിയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് വറുത്ത് കൊടുക്കുന്നത്. വറുത്ത സേമിയ ആണെന്നുണ്ടെങ്കിൽ വറക്കേണ്ട ആവശ്യമില്ല. ഈ പരുവാകുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ച് എടുക്കുക. ശേഷം ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അത് മെൽറ്റാക്കി എടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ പായസത്തിന് ഒരു പിങ്ക് കളറ് നൽകും. ശേഷം 1 ലിറ്റർ പാലും 2 ഗ്ലാസ് വെള്ളവും ചേർത്ത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. കൈ വിടാതെ ഇളക്കി തിളച്ച് വരുമ്പോൾ നമ്മൾ വറുത്ത് മാറ്റി വെച്ച സേമിയ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. കൈ എടുക്കാതെ തന്നെ ഇളക്കണേ, ഇല്ലെന്നുണ്ടെങ്കിൽ പായസം ചിലപ്പോൾ അടിക്ക് പിടിച്ചു പോകും. ഇങ്ങനെ ഒരു 5 മിനിറ്റിന് മുകളിൽ നന്നായി തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഒരു 8 മിനിറ്റോളമൊക്കെ ആയിട്ടുണ്ട്. പായസം നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഏലക്കാപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ ഏലക്കാപ്പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുത്തേക്കണേ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി വെച്ചേക്കുക. എന്നിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് 2-3 സ്പൂൺ അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കുക. ഇത് നമ്മൾ ചൂടോടുകൂടി പായസത്തിലേക്കിട്ട് നന്നായി ഇളക്കിയെടുത്താൽ നമ്മുടെ രുചിയേറും സേമിയ പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ രുചിയേറും സേമിയ പായസം തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. യൂട്യൂബിലെ എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടത്തിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി മുമ്പോട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും കൂടെ ഉണ്ടാവണേ.